നിർമ്മാതാവായ അച്ഛൻ സൂര്യനാരായണൻ രാജുവിൻ്റെയും അതുപോലെ തന്നെ അമ്മാവൻ കൃഷ്ണം രാജുവിൻ്റെ ഒക്കെ സിനിമകൾ കണ്ടാണ് പ്രഭാസ് വളർന്നത്. എന്നാൽ അദ്ദേഹം ചെറുപ്പം മുതലേ ഒരു എന്താ പറയുക നാണം കുണുങ്ങിയും അധികം സംസാരിക്കാത്ത അങ്ങനെ കുറച്ച് എന്താ പറയുക ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെറുപ്പകാലത്തൊന്നും അങ്ങനെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ അദ്ദേഹം സിനിമയിൽ വരും എന്നൊന്നും അങ്ങനെ കുടുംബത്തിലുള്ളവരൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ വലുതായ ശേഷം പ്രഭാസ് തൻ്റെ 23-ാമത്തെ വയസ്സിലാണ് സിനിമയിൽ നായകനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത്. ഈശ്വർ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. പക്ഷേ ആ സിനിമ അത്ര വലിയ വിജയമൊന്നുമല്ലായിരുന്നു. അത് കഴിഞ്ഞ് തുടർന്ന് അദ്ദേഹം രാഘവേന്ദ്ര എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഭാഗമായി, അതിലെ നായകനായി. പക്ഷേ ആ സിനിമ ഒരു വലിയ ഫ്ലോപ്പായി. പക്ഷേ ഈ സിനിമ പരാജയപ്പെട്ടിട്ടും തുടർന്നും പ്രഭാസ് ഒരു 3ഓളം സിനിമകൾ ചെയ്തു. ആ ഒരു സിനിമകളൊന്നും വിചാരിച്ച പോലെ ക്ലിക്കായില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് രാജമൗലിയുടെ ഛത്രപതി എന്ന് പറയുന്നൊരു സിനിമ വരണത്. അങ്ങനെ ആ ഒരു സിനിമ പ്രഭാസിൻ്റെ കരിയറിലെ ആദ്യത്തെ ഹിറ്റായി മാറി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും പ്രഭാസിന് കുറേ ഫ്ലോപ്പുകൾ സംഭവിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞൊരു 3-4-5 വർഷം ഏകദേശം 5 വർഷം കഴിഞ്ഞ് 2010 ഡാർലിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ, അതും അത്ര വലിയ പ്രതീക്ഷയോട് കൂടിയൊന്നും അല്ല തിയേറ്ററിലെത്തിയത്. പക്ഷെ ആ ഒരു സിനിമ ഹിറ്റായി. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു സിനിമ റിലീസാവുന്നത്. ആ സിനിമ സൂപ്പർ ഹിറ്റായി. അതിൻ്റെ പുറകെ തന്നെ റിബൽ എന്ന് പറയുന്നൊരു സിനിമ, ആ ഒരു സിനിമയും വലിയ ഹിറ്റായി മാറി. അതിലൂടെയാണ് പ്രഭാസ് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മാറുന്നത്.